അൻവറിന്റെ 14.38 കോടിയുടെ സ്വത്ത് 5 വർഷത്തിനിടെ 64.14 കോടിയായി. റെയ്ഡിൽ വിശദീകരണവുമായി ഇ.ഡി. പി.വി. അൻവറിന്റെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും റെയ്ഡുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്താക്കുറിപ്പുമായി ഇ.ഡി. 22.3 കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ KFC വഴി തരപ്പെടുത്തിയെന്നും ഇ.ഡി. പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെയാണ് അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ.ഡി. പരിശോധന നടത്തിയത്. അൻവർ ലോൺ എടുത്ത തുക വകമാറ്റിയതായി സംശയിക്കുന്നുവെന്ന് ഇ.ഡി. പറയുന്നു. അൻവറിന്റെ ബിനാമി സ്വത്തിടപാടുകളും പരിശോധിക്കുകയാണ്. മലങ്കുളം കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഡ്രൈവറുടെയും അടുത്ത ബന്ധുവിന്റെയും പേരിലാണ് സ്ഥാപനമുള്ളത്. ലോൺ എടുത്ത തുക അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് വകമാറ്റിയതായും 2016 14.38 കോടിയുടെ സ്വത്ത് 2021 64.14 കോടിയായി വർദ്ധിച്ചതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അൻവറിനായില്ലെന്നും ഇ.ഡി. പറയുന്നു. KFC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയും പിഴവും ഉണ്ടായിട്ടുണ്ടെന്നും ഇ.ഡി. വ്യക്തമാക്കി. ഇ.ഡി. നൽകിയ വസ്തുവിന്റെ മുൻകാല ചരിത്രം കൃത്യമായി പരിശോധിച്ചതില്ല. 15 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പി.വി. അൻവറിന്റെ ബിനാമി ഇടപാടുകൾ സംശയിക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. PVR മെട്രോ വില്ലേജിലെ ചില കെട്ടിടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗീകാരമില്ലാതെയാണ് നിർമ്മിച്ചതെന്നും ഈ നിർമ്മാണത്തിനായി കള്ളപ്പണം നിക്ഷേപിച്ചതായും കണ്ടെത്തി. വിൽപ്പന കരാറുകൾ, സാമ്പത്തിക രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. കള്ളപ്പണത്തിന്റെ അളവ്, ഫണ്ട് വകമാറ്റൽ, ബിനാമി സ്വത്തുക്കൾ എന്നിവ കണ്ടെത്താനുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇ.ഡി. അറിയിച്ചു. അതേസമയം ഇ.ഡി. നടത്തിയ പരിശോധനയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇ.ഡി. പരിശോധന KFCയിൽ നിന്നും ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് അൻവർ പറഞ്ഞു. കാര്യങ്ങൾ ഇ.ഡിയെ ബോധ്യപ്പെടുത്തി. ചില രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9.5 കോടി രൂപയാണ് ലോൺ എടുത്തത്. 6 കോടിയോളം തിരിച്ചടച്ചതാണ്. കള്ളപ്പണം ഇടപാട് നടന്നിട്ടില്ല. ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അൻവർ വിശദീകരിച്ചു.